ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ സൂക്ഷിക്കുന്നതിനുമായി അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമായി അവിടെയാക്കി. അതായത് മണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, ഇച്ചിലൂടെ വിട്ടു പറഞ്ഞാൽ, പൊടിയിൽ നിന്നുണ്ടാക്കിയവന് തോട്ടത്തിൽ കൊണ്ടയാക്കി നിയമം കൊടുത്തു. നിയമം കൊടുത്തത് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ദൈവം മനുഷ്യന് വിശദമായി എഴുതിത്തരാൻ അനുവദിച്ചിട്ടുള്ളത്. ദൈവം മനുഷ്യനെ എവിടെയാക്കി എന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തി പുസ്തകം 2:8. യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം നട്ട് ഉണ്ടാക്കി താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെയാക്കി. ആദത്തിന് മുമ്പ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതായ കാര്യമുണ്ട്. ആദത്തിന് മുമ്പ് ആരൊക്കെ അവിടെ ഈ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എസക്കിയേൽ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല വിശിഷ്ട രത്നങ്ങളാലും നീ അലങ്കരിക്കപ്പെട്ടിരുന്നു. നിന്റെ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും പൊന്നുകൊണ്ട് തീർത്തവയായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അതും തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം അവൻ്റെ ഡെക്കറേഷനൊക്കെ ആയിരുന്നെങ്കിൽ, അവൻ്റെ ആഭരണങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ, ഇവിടെ പറയുന്നത് ഇവനെ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. അപ്പോൾ ആദത്തിനെ അവിടെ കൊണ്ടേ ആക്കുമ്പോൾ അവിടെ ഈ ദൈവത്തിൻ്റെ തോട്ടത്തിലാക്കുമ്പോൾ ഈ ലൂസിഫറും അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ വായിച്ചത് എസക്കിയേൽ 28:13. ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ഇവരെ കൂടാതെ ആരവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തി പുസ്തകം 1:27. അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ആണും പെണ്ണുമായി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു വിഭാഗം ആൾ, ദൈവത്തിൻ്റെ ദൂതന്മാരിൽ പ്രമാണിയായിരുന്ന ലൂസിഫർ, അത് നമ്മൾ എസക്കിയേൽ 28:13 വായിച്ചത്. അയാൾ ദൈവം പൊടിയിൽ നിന്ന് നിർമ്മിച്ച ആദം, പൊടിയിൽ നിന്ന് നിർമ്മിച്ച ആദത്തിൻ്റെ വാരിയൽ ഊരിയെടുത്ത്, അസ്ഥി ഊരിയെടുത്ത് അതിനകത്തുനിന്ന് സൃഷ്ടിച്ച ഹൗവ, ഇത്രയും പേര് മിനിമം ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഇതിൽ ഈ 1:28 അനുഗ്രഹം മേടിച്ചിരുന്ന, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരുന്ന സ്ത്രീ ആദത്തിന് കീഴ്പ്പെട്ടിരുന്നില്ല എന്ന് യഹൂദന്മാരുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് നിന്നാണല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെളിയിലോട്ട് വന്നതെങ്കിൽ വാമൊഴിയായി പറഞ്ഞു വന്നതും അവരുടെ പുസ്തകങ്ങളിൽ പറയുന്നതും തമ്മൂതുകളിൽ പറയുന്നതും ഒക്കെയായ ധാരാളം ഉപകഥകൾ, ഉപസംഭവങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് വചനത്തിന് പുറത്ത് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിലതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ആണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവരും എല്ലാത്തിൻ്റെ മേൽ അധികാരം ദൈവം കൊടുത്തിരുന്നത് കൊണ്ടും അവൾ ആദത്തിനെ ഒന്നും വകവച്ചിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഫെമിനിസത്തിൻ്റെ പുറകിൽ, സ്ത്രീ തുല്യതയുടെ പുറകിൽ ഒക്കെ വ്യാപരിക്കുന്നത് ഈ ലിലിത്തിൻ്റെ ആത്മാവാണ്. ഈ അനേക സഭകളിലെ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരിലുമൊക്കെ ഈ ആത്മാവാണ് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ശുശ്രൂഷകന്മാർ പ്രസംഗിക്കുമ്പോൾ ദൂരെ മാറിയിരുന്ന് കയ്യും കാലും കണ്ണും കൊണ്ടൊക്കെ നിയന്ത്രിക്കുന്നത്. അനേക ശുശ്രൂഷകർക്ക് വലിയ മൂക്കയറിട്ട് കൊണ്ടു കിടക്കുന്നത് നമ്മളിപ്പം വിശ്വാസ കോളത്തിൽ പറഞ്ഞാൽ ഈ അമ്മമ്മമാരിലൊക്കെ നല്ലൊരു ശതമാനത്തിലും വ്യാപരിക്കുന്ന ലിലിത്തിൻ്റെ ആത്മാവാണ്, ഭരണത്തിൻ്റെ ആത്മാവാണ്. അത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലോകത്തിൽ അത് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ആത്മാവായിട്ട് വെളിപ്പെട്ടിരിക്കുക. ഈ ആത്മാവ്, കീഴ്പ്പെടാത്ത ഈ ആത്മാവ് ഈ ജെസിബൽ സ്പിരിറ്റ് എന്നാണ് പൊതുവേ ഇതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജെസിബൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവ് ലിലിത്തിൻ്റെ ആത്മാവാണ്.
തുറന്ന മനസ്സോടെ കേൾക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ തർക്കം ഉണ്ടാകും. തർക്കം ഉണ്ടായാലും ഞാൻ പറഞ്ഞു, ഇത് ബൈബിളിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല. ഇതൊക്കെ അടിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ കാണാം. ഇതിനകത്ത് ബാക്കി കുറച്ച് ഭാഗം ഇവിടെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ആണും പെണ്ണുമായി സൃഷ്ടിച്ച മനുഷ്യൻ. ഇന്നത്തെ ഈ ബൈബിളെല്ലാം കാനോനിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയ്ക്കകത്തുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പുറകിലുള്ള ചരിത്രങ്ങൾ നമുക്കറിയാൻ വഴി ഇല്ല. ഇനി ഉൽപ്പത്തി പുസ്തകം 3:8 വായിച്ചേ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ ആദാമും ഭാര്യയും തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. മലയാളം ബൈബിൾ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നതും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചെന്നാണ്. ഇനി വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ 2-3 വചനങ്ങൾ നോക്കാം. യെശയ്യാവ് 55:12 വായിച്ചേ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങൾ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും, വയലിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. വയലിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന് കൈകൊട്ടാൻ കൈയുണ്ടോ? അതൊരു ആലങ്കാരികമായ ഭാഷയിൽ എഴുതിയിരിക്കുക. അപ്പോൾ അത് കൈകൊട്ടും എന്ന് പറഞ്ഞാൽ അത് വൃക്ഷം എന്നല്ല അതിനർത്ഥം, മനുഷ്യൻ എന്ന് തന്നെ അതിനർത്ഥം. ഇനി ഉൽപ്പത്തി 3:22 വായിച്ചേ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് ഭക്ഷിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുവാൻ അനുവദിക്കരുത് എന്ന് കൽപ്പിച്ചു. ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം യേശു ആണ് എന്ന വചനം അറിയാവുന്നവർക്കറിയാം. ജീവവൃക്ഷത്തിൻ്റെ ഫലം യേശു. ഇനി സാത്താനും ഒരു വൃക്ഷത്തിൻ്റെ ഫലമാണ്. അത് ഉൽപ്പത്തി 2:16-17. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് സാത്താനാണ്. ഈ വൃക്ഷത്തിന് കയ്പിൻ്റെ വൃക്ഷമെന്നും പേരുണ്ട്. ഇനി ഈ വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് വേറെ വൃക്ഷത്തിനെക്കുറിച്ച് അറിയാൻ തന്നെ ഒരു വചനം കൂടെ എസെക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് എടുക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാനും ദേവദാരുവിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ഒരു ശാഖ എടുത്ത് നടും. അതിൻ്റെ ഇളം ചില്ലകളുടെ അറ്റത്ത് നിന്ന് ഒരു ഇളയ തണ്ട് ഞാൻ മുറിച്ചെടുത്ത് ഉയരമുള്ളതും ഉന്നതവുമായ ഒരു പർവ്വതത്തിൽ നടും. ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും. അത് ശാഖകൾ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഒരു ഭംഗിയുള്ള ദേവദാരുവായി തീരും. അതിൻ്റെ കീഴിൽ വിവിധ തരം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിൻ്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. ഞാൻ യഹോവയെന്ന് വയലിലെ സകല വൃക്ഷങ്ങളും അറിയും. ഞാൻ ഉയർന്ന വൃക്ഷത്തെ താഴ്ത്തി താഴ്ന്നതിനെ ഉയർത്തുകയും പച്ചയായതിനെ ഉണക്കി ഉണങ്ങിയതിനെ തഴപ്പിക്കുകയും ചെയ്യും. ഞാൻ യഹോവയാകുന്നു, ഞാനത് പ്രസ്താവിച്ചിരിക്കുന്നു, ഞാനത് നിറവേറ്റും. ഇവിടെയെല്ലാം ഈ വൃക്ഷം 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 എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതെല്ലാം ജീവവൃക്ഷം യേശു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം സാത്താൻ, പിന്നെ മനുഷ്യർ വൃക്ഷങ്ങൾ ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഇവർ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്നാണ് നമ്മൾ ഒരുമാതിരി ബൈബിളിലൊക്കെ മനസ്സിലാക്കുന്നത്. എന്നാൽ തമിഴ് ബൈബിളിൽ എഴുതിയേക്കുന്നത് അവർ വൃക്ഷത്തിനുള്ളിൽ ഒളിച്ചെന്നാണ്. വൃക്ഷമാരാ? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്ന സാത്താനാണ്. ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ യേശുവാണ്. മനുഷ്യനും വൃക്ഷമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെവിടെ പോയി ഒളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ വൃക്ഷത്തിനുള്ളിൽ ഒളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ സാത്താൻ എന്ന വൃക്ഷത്തിനുള്ളിൽ ഒളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യയിൽ ആദ്യമേ ബൈബിൾ തർജ്ജമ ചെയ്തത് തമിഴ് ഭാഷയിലോട്ടാണ്. അത് തർജ്ജമ ചെയ്തത് ഇംഗ്ലീഷിൽ നിന്ന് തമിഴിലേക്കല്ല തർജ്ജമ ചെയ്തത്. മൂലഭാഷയായ ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നുമാണ് തർജ്ജമ ചെയ്തത്. മൂലഭാഷയായ ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നും തമിഴിലേക്ക് തർജ്ജമ ചെയ്തത്
ശരിക്കും അഭിഷേകം പ്രാപിച്ച ദേവദാസന്മാരാണ് തർജ്ജമ ചെയ്തത്. ഒരു സംഘം ദേവദാസന്മാർ ചേർന്നിരുന്ന തർജ്ജമ ചെയ്തത്. അതുകൊണ്ടാണ് ഈ തമിഴ് ബൈബിളിനകത്ത് ഇത്രയും ഒറിജിനാലിറ്റി വരുന്നത്. എന്നാൽ മലയാളം ബൈബിൾ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ് മലയാളത്തോട്ട് തർജ്ജമ ചെയ്തത്. അത് വിശ്വാസി പോലും അല്ലാത്തൊരു മനുഷ്യനാണ് തർജ്ജമ ചെയ്തത്. അതുകൊണ്ട് ഏതാണ്ടൊക്കെ അത് ഒത്തുള്ളൂ. അതിനെ ബേസ് ചെയ്ത് പിന്നീട് തിരിച്ചതൊന്നും ആ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വന്നില്ല. അപ്പം വൃക്ഷത്തിനുള്ളിൽ ഒളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുന്നോട്ടുള്ള ചില വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി നമ്മൾ സംസാരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സിലാകും. കൂടുതൽ കൗതുകത്തോടെ താല്പര്യത്തോടെ നിങ്ങളിതിരുന്ന് ശ്രദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകും, ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി, നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ കടക്കുവാൻ അടിയനെയും കേൾവിക്കാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അത് അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി മാറണമേ. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് എന്ന് ഗ്രഹിച്ച് അതിനനുസരിച്ച് മുന്നേറുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.